ഡോക്ടർ മേരി ജോർജ്, ഈ ബജറ്റിനെ എങ്ങനെയാണ് ഒരു സാമ്പത്തിക വിദഗ്ധ എന്ന നിലയ്ക്ക് കാണുന്നത്? നിർമ്മല സീതാരാമന്റെ 7ാമത്തെ ബജറ്റാണ്. മോദി സർക്കാരിന്റെ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് കൂടിയാണല്ലോ. അപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ നിന്നും കണ്ട ആത്മവിശ്വാസം ഈ ബജറ്റിൽ നിർമ്മല സീതാരാമനുണ്ടോ? ഈ സാധാരണക്കാരോടും ദരിദ്രരോടും നീതി കാണിക്കുന്ന ഒരു ബജറ്റായി താങ്കൾ ഇതിനെ കാണുന്നുണ്ടോ? അതായത് എനിക്ക് പ്രഥമ വീക്ഷണത്തിൽ തന്നെ, അതായത് ഞാൻ ബജറ്റ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഉടലെടുത്ത ഒരു വികാരം, ഇതൊരു പ്രോ ആന്ധ്ര, പ്രോ ബീഹാർ, പ്രോ കോർപ്പറേറ്റ് ബജറ്റാണ് എന്നാണ്. കാരണം ആന്ധ്രയുടെ കാര്യങ്ങളും ബീഹാറിൻ്റെ കാര്യങ്ങളും, അതായത് വലിയ തരത്തിലുള്ള ഫണ്ടിങ് അവർക്കൊക്കെ കൊടുക്കുന്നു, അവരുടെ പേര് പലയാവർത്തി വിളിച്ചു പറയുന്നു. അതുപോലെ തന്നെ ഈ കോറിഡോറുകൾ, വിശാഖപട്ടണം ബാംഗ്ലൂർ കോറിഡോർ, ആന്ധ്ര ബാംഗ്ലൂർ കോറിഡോർ എന്നൊക്കെ പറഞ്ഞ് വ്യവസായ ഇടനാഴികൾ പ്രഖ്യാപിക്കുന്നു. അതുപോലെ തന്നെ ടൂറിസം രംഗത്ത് ബീഹാറിന് വേണ്ടി കൊടുത്ത എല്ലാ പദ്ധതികളും കഴിഞ്ഞ് ടൂറിസത്തിന് മേഖലയിൽ ഒരു ഗയ കോറിഡോർ, ടൂറിസം കോറിഡോർ വരുന്നു, ബോധി ടൂറിസം കോറിഡോർ വരുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നി ഈ ബജറ്റിൻ്റെ ഫോക്കസ് ഈ രണ്ട് രാജ്യങ്ങളിലുമാണെന്ന്. അപ്പോൾ വെറുതെ അല്ല ഇതിനെ ബജറ്റിനെ വിമർശിച്ചുകൊണ്ട് ഇത് കസേര നിലനിർത്താനുള്ള ബജറ്റാണ് ആർക്കും തോന്നും, കോമൺ സെൻസ് ഉള്ള ആർക്കും തോന്നാവുന്നതാണ്. ആ ബജറ്റിൻ്റെ അവതരണത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഈ രണ്ട് സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത പ്രാധാന്യം നോക്കുമ്പോൾ, അതായത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും ഒരുപോലെ പ്രധാനപ്പെട്ടവയാണ്. അപ്പോൾ ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ നമ്മൾ തന്നെ 10 വർഷമായി എയിംസിന് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതോ എയിംസിൻ്റെ പ്രസക്തി കേരളത്തെ സംബന്ധിച്ച് എന്താണ്? കേരളത്തിൽ 44 പുഴകളുണ്ടെന്ന് പറയുന്ന ഈ കേരളത്തിൽ ഈ 44 പുഴകളും വിഷവാഹിനികളായിട്ടാണ് ഇപ്പോൾ ഒഴുകുന്നത്. അതായത് മാലിന്യ കൂമ്പാരമാണ് പുഴകളിലൂടെ കാണുന്നത്. അത്തരം ദുഷ്കരമായ ഒരു സാഹചര്യം. അപ്പോൾ നമുക്കറിയാം എല്ലാത്തരം പകർച്ചവ്യാധികളും കേരളത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒരു എയിംസ് വരിക, അത് ഇവിടുത്തെ ആവശ്യം കൊണ്ട്. ഇനി നമ്മുടെ അർഹത നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് തയ്യാറാക്കാൻ തുടങ്ങിയ കാലം മുതൽ കേരളം വെസ്റ്റേൺ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷേ ഈ രാജ്യം അങ്ങനെയല്ല. അപ്പോൾ ഈ കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ ആധാരശിലകൾ എന്ന് പറയുന്നത് ആരോഗ്യം, വിദ്യാഭ്യാസം, അതുപോലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് വെച്ചാൽ പെർ ക്യാപിറ്റ ഇൻകം, ലോഞ്ചിവിറ്റി അഥവാ ആയുർദൈർഘ്യം, ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഈ കേരളം. അങ്ങനെയുള്ള ഒരു കേരളം, ഹെൽത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനം, ഒരു എയിംസ് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള ആരോഗ്യ പെർഫോമൻസ് കൊണ്ട് തന്നെ കേരളം അത് അർഹിക്കുന്നു. അതോടൊപ്പമാണ് ഇപ്പോൾ കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു എയിംസ് മാത്രമല്ല, ഞാൻ ശരിക്കും നിർമ്മല സീതാരാമന് കുറേ പ്രപ്പോസൽസ് അയച്ചിരുന്നു. അതിൻ്റെ കൂടെ ആവശ്യപ്പെട്ടിരുന്നതാണ് കേരളത്തിൽ കൊച്ചിയിൽ ഒരു ഖരമാലിന്യ പ്ലാന്റ്, അതുപോലെ തിരുവനന്തപുരത്ത് ഒരു ഖരമാലിന്യ പ്ലാന്റ്, കോഴിക്കോട്ടൊരു ഖരമാലിന്യ പ്ലാന്റ്, അങ്ങനെയൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവർ അതിന് റിപ്ലൈ ഒന്നും തന്നില്ല, അവരത് അവഗണിച്ചു എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അത് പോകട്ടെ. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യം, ഒരു കാര്യവും കൂടി ഓർക്കണം സ്മൃതി, 2017 BJP തന്നെ കൊണ്ടുവന്ന ഒരു ദേശീയ ആരോഗ്യ നയമുണ്ട്. ആ ദേശീയ ആരോഗ്യ നയത്തിൽ പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് ബജറ്റിൻ്റെ 2% ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിക്കണം, സംസ്ഥാന ഗവൺമെൻറ് ബജറ്റിൻ്റെ 8% ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിക്കണം എന്നാണ്. അപ്പോൾ ഈ ബജറ്റിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സമയം കിട്ടിയില്ല പെർസെൻറ്റേജ് വർക്കൗട്ട് ചെയ്യാനായിട്ട്. അതായത് GDPയുടെ എത്ര ശതമാനമുണ്ട്, ആ 2017 ശേഷം ഉണ്ടായ ഒരു BJP ബജറ്റിലും ഇത് 2% വരെ ഉയർത്തിയിട്ടില്ല. അതായത് 2020 അത് 2% ആക്കണം എന്നായിരുന്നു ആ നയത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ 2020 കഴിഞ്ഞ് ഇപ്പോൾ 2024-25 ബജറ്റ് ആവുകയാണ്. ഇതുവരെ അത് 2% ഉയർന്നിട്ടില്ല. അപ്പോൾ ആരോഗ്യ മേഖലയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ്. അതുപോലെ തന്നെ
ആ കുറവിൻ്റെ കൂടെയാണ് നമ്മുടെ എയിംസിനുള്ള റിക്വസ്റ്റ് തള്ളിക്കളഞ്ഞത്. അപ്പം അത് തന്നെയുമല്ല, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും പാകപ്പിഴ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ എയിംസിന് വേണ്ടി കൃത്യമായിട്ട് എവിടെയാണ് അത് വരുന്നത്, അതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഇതുവരെ കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയോ തെറ്റോ എന്ന് ഞാൻ തീർത്ത് പറയുന്നില്ല. അപ്പോൾ ഞാൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗമല്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്കത് കിട്ടിയില്ല. പിന്നെ പോട്ടെ, വേറെ ഒരുപാട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ തന്നെ കൊടുത്ത പ്രപ്പോസലിലുണ്ടായിരുന്നു ഒന്ന് 60+ പോപ്പുലേഷൻ്റെ കാര്യം. ഇന്ത്യ 144 കോടി 17 ലക്ഷം ജനങ്ങൾ. എപ്പോഴും ചാനലിൽ എല്ലാവരും പറയുന്നത് 140 കോടി എന്നാണ്, പ്രധാനമന്ത്രി അടക്കം. പക്ഷെ അത് ശരിയല്ല. UNFPOയുടെ കണക്കനുസരിച്ച് 144 കോടി 17 ലക്ഷമാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ. അങ്ങനെ ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് പിന്നെ ഏതെങ്കിലും ഒരു അതായത് ഈ പിന്നെ 60+ ആയിട്ടുള്ള പോപ്പുലേഷൻ ഓൾ ഇന്ത്യ തലത്തിൽ 7%. പക്ഷേ കേരളത്തിൽ അത് 17% മുകളിലാണ്. അതുപോലെ ഓൾഡ് ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറയുന്നത് 20-നും 59-നും ഇടയ്ക്ക് പ്രായമുള്ളവരുടെ ആ തോതും 60-ന് മുകളിൽ പ്രായമുള്ളവരുടെ ആ തോത്, ആ റേഷ്യോയാണ് ഓൾഡ് ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറയുന്നത്. അത് കേരളത്തിൽ 23.8%. അതേസമയത്ത് ഓൾ ഇന്ത്യ തലത്തിൽ വെറും 16%. അപ്പോൾ ഇങ്ങനെയുള്ള കേരളത്തിന് ജെറിയാട്രി കെയറിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു സ്കീം, ഒരു അലൊക്കേഷൻ വേണമെന്ന് ഈ കാര്യകാരണ സഹിതം ഞാൻ നിർമ്മല സീതാരാമന്, ബഹുമാനപ്പെട്ട ധനമന്ത്രിക്ക് എഴുതിയിരുന്നു. പക്ഷെ അതൊന്നും പരിഗണിച്ചിട്ടില്ല. അതുപോലെ തന്നെ മനുഷ്യമൃഗ പിന്നെ സംഘർഷം വളരെ കൂടുതലായിട്ട് നിലനിൽക്കുന്ന കേരളം, പ്രത്യേകിച്ച് ഇടുക്കി, വയനാട്, പത്തനംതിട്ട ജില്ലകൾ, ഏത് ജില്ലയിലാണ് ഇല്ലാത്തത്? ആലപ്പുഴ ജില്ലയ്ക്ക് മാത്രമാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഈ വന്യമൃഗ പ്രശ്നമില്ലാത്തത്. ബാക്കി എല്ലാ ജില്ലകളിലുമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പിന്നെ വനവ്യവസ്ഥിതി ഒത്തിരി മാറിപ്പോയി. അതിന് മനുഷ്യരും കാരണക്കാരാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് അതായത് ഈ മഞ്ഞക്കൊന്ന, അതുപോലെ യുക്കാലിപ്സ്, അതുപോലെ പിന്നെ തേക്ക് മുതലായ വെള്ളം വലിച്ചെടുക്കുന്ന മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു. അതുപോലെ ഗ്വാളിയർ റയൺസ് കേരളത്തിൽ പ്രവർത്തിച്ചു, കോഴിക്കോട്ട്. ഏതാനും വർഷം മുൻപാണ് അത് പൂട്ടിപ്പോയത്. അവരുടെ ഇന്ധനം എന്തായിരുന്നു? അവരുടെ റോ മെറ്റീരിയൽ എന്തായിരുന്നു? ബാംബു, അതായത് മുളയായിരുന്നു അവരുടെ പിന്നെ റോ മെറ്റീരിയൽ. അങ്ങനെ മുള മുഴുവനും വെട്ടി നശിപ്പിച്ചു. പകരം റീപ്ലാന്റ് ചെയ്യാനുള്ള ഒരു ഗവൺമെൻറ്റും ശ്രമം നടത്തിയില്ല. അപ്പം അങ്ങനെ വന്നപ്പോഴേക്കും ആ കാട്ടിലുള്ള മൃഗങ്ങൾക്ക് ഒരു ആവാസ വ്യവസ്ഥ, അവർക്ക് തിന്നാനുള്ള സാധനങ്ങളോ ജലമോ ഇല്ലാതെ വന്നതുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിക്കാരെ ഉപയോഗിച്ച് കോൺക്രീറ്റ് ട്രഞ്ചുകൾ നിർമ്മിക്കുക, അങ്ങനെ ഒരുപാട് പ്രപ്പോസൽസ് ഞാൻ എൻ്റെ പ്രപ്പോസലിൻ്റെ കൂട്ടത്തിൽ നിർമ്മല സീതാരാമൻ, എനിക്ക് തോന്നുന്നു അതൊക്കെ വളരെ ജെന്യുവിൻ ആയിട്ടുള്ള റിക്വസ്റ്റ് ആയിരുന്നു. പക്ഷെ അതൊന്നും കേട്ട പോലും ഇതുപോലും നടിച്ചില്ല. അതേസമയത്ത് നമ്മുടെ ധനമന്ത്രി തന്നെ കൊടുത്ത പ്രപ്പോസൽസ് അതിനെപ്പോലും ഒന്ന് ഗവനിച്ചില്ല എന്ന് കാണുമ്പോൾ എന്നെപ്പോലെയുള്ള ഒരു സാധാരണ സ്ത്രീ കൊടുക്കുന്ന പ്രപ്പോസലിനെ എങ്ങനെ എടുത്തെറിയും എന്ന് നമുക്ക് എങ്ങനെ അവഗണിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ കേരളത്തിന് വേണ്ടി ഒരുപാട് പ്രപ്പോസൽസ് കേരളം തന്നെ സബ്മിറ്റ് ചെയ്തു. അതുപോലെ ധനമന്ത്രി സബ്മിറ്റ് ചെയ്തു. അതുപോലെ വ്യക്തികൾ, ഞാൻ മാത്രമൊന്നും ആയിരിക്കത്തില്ല, ഇവിടുന്ന് പോയിരിക്കുന്ന MP-മാരൊക്കെ ഇതുപോലെ പല ഡിമാൻഡ്സും വെച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നിട്ട് പോലും ഒരു വേർഡ് കേരളത്തെ പറ്റി പറഞ്ഞില്ല. അതുപോലെ ഞാൻ പറഞ്ഞിരുന്ന മറ്റൊരു എണ്ണാണ് കാർബൺ ക്രെഡിറ്റ്. അതായത് വനവിസ്തൃതിയുടെ പിന്നെ തോതനുസരിച്ച്, അതായത് കാർബൺ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുമല്ലോ പിന്നെ വനമുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ വനവിസ്തൃതിയുടെ തോതനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് കാർബൺ ക്രെഡിറ്റ് കൊടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അതായത് അത് താങ്കൾ തന്നെ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ അതിലുണ്ടായ അവഗണന കൂടിയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.